കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉണ്ട് എന്നത് പറയാൻ പഠിച്ചു. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് എന്നുള്ള വേർഡാണ് അല്ലേ. ഇനി നമുക്ക് ഉണ്ടോ എന്ന് ചോദിക്കൽ എങ്ങനെയാണ്? ഉണ്ടോ എന്ന് ചോദിക്കണം, അതിനെന്താണ് ഉപയോഗിക്കുന്നത്? ആർക്കെങ്കിലും അറിയോ? ഉണ്ടോ? അതെ, ഡു ഹാവ്. ഡു ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്നാണ് അർത്ഥം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സെൻറ്റൻസിലേക്ക് കൊണ്ടുവരാം? എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം എന്ന് നോക്കാം നമുക്ക്. അതായത് യു ഹാവ് എ കാർ, നിനക്കൊരു കാറുണ്ട്. എനിക്കത് ചോദിക്കണം, നിനക്കൊരു കാറുണ്ടോ എന്ന് ചോദിക്കണം. നമ്മൾ പഠിച്ചു ഡു ഹാവ്. അപ്പോൾ ഡു യു ഹാവ് എ കാർ, നിനക്കൊരു കാറുണ്ടോ? ദേ ഹാവ് എ നൈസ് പെൻ. ഡു ദേ ഹാവ് എ നൈസ് പെൻ. ഡു ദേ ഹാവ് എ നൈസ് പെൻ, അവർക്കൊരു നല്ല പേനയുണ്ടോ? നിനക്ക് നല്ല സ്വപ്നങ്ങളുണ്ട്. എങ്ങനെയാണ്? യു ഹാവ് ഗുഡ് ഡ്രീംസ്. നിനക്ക് നല്ല സ്വപ്നങ്ങളുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് ഗുഡ് ഡ്രീംസ്. ഡു യു ഹാവ് ഗുഡ് ഡ്രീംസ്? ഡു യു ഹാവ് ഗുഡ് ഡ്രീംസ്? അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഉണ്ട് എന്നതിനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു ഹാവ്. ഡു കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ് കൊടുത്തിട്ട് ഹാവ് എന്ന് കൊടുക്കണം. ദെൻ ഇഫ് ഇറ്റ് ഈസ് നിനക്കുണ്ടോ എന്നാണെങ്കിൽ ഡു യു ഹാവ്. നമുക്കുണ്ടോ എന്നാണെങ്കിൽ ഡു വി ഹാവ്. അവർക്കുണ്ടോ എന്നാണെങ്കിൽ ഡു ദേ ഹാവ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. ഡു ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്നായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇല്ല എന്ന് ചോദിക്കാൻ പഠിക്കാം.